ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടിയതിനെതിരെ KCBC രംഗത്ത് വന്നു. മിന്നൽ വേഗത്തിലുള്ള നയമാറ്റം തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് KCBC വിമർശിക്കുന്നത്. തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. മാർച്ച് 8-ന് മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിക്കുമെന്നും KCBC പറയുന്നു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആൻമരിയ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഈ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെയുള്ള മിന്നൽ വേഗത്തിലുള്ള നയംമാറ്റം അത് തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ലെന്നാണ് KCBC മദ്യവിരുദ്ധ സമിതി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടൊരു നിലപാട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ KCBC മദ്യവിരുദ്ധ സമിതിക്ക് ഉണ്ടായിരുന്നതാണ്. സർക്കാരിനോട് പലപ്പോഴായിട്ടും ഈ മദ്യവിരുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ നീക്കങ്ങളിലൊക്കെ അവരുടെ വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചിട്ടുള്ളതുമാണ്. ഈ ബാറുകളുടെ പ്രവൃത്തി ആ സമയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൃത്യമായിട്ടുള്ള നിലപാടും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം കൂടിയാണ് KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് മുന്നണിയിലും മന്ത്രിസഭയിലും പോലും കൂടിയാലോചിക്കാതെ അബ്കാരി പ്രീണന നയം സ്വീകരിച്ചവർ മദ്യം അത് പാമ്പിനെ പോലെ കൊത്തുകയും മണലിയെ പോലെ കടിക്കുകയും ചെയ്യുന്ന ബൈബിൾ വാക്യം വരെ ഉച്ചരിച്ചുകൊണ്ടാണ് ഈ KCBC ഇപ്പോൾ ഒരു സർക്കാരിനെതിരെയുള്ള ഒരു റിലീസ് ഇറക്കിയിരിക്കുന്നത്. മയക്കുമരുന്നുകളുടെ ഹബ്ബായിട്ട് മാറിയ കേരളത്തെ എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും സമയം വർദ്ധിപ്പിച്ചും സാധാരണ ജനത്തെ സർക്കാർ വേട്ടയാടുകയാണ്. ആ സമീപനം മാറ്റണമെന്നും മദ്യവിരുദ്ധ സമിതി പറയുന്നു. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളുടെ മറകിൽ മദ്യവിൽപ്പന വ്യാപകമാക്കാൻ സർക്കാർ ശ്രമിക്കേണ്ടെന്നും വിനോദസഞ്ചാരികൾ കേരളത്തിലെ നാട്ടിലേക്ക് എത്തുന്നത് ചളുക്കു ബ്രാൻഡ് കുടിക്കാനുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് എന്നും KCBC മദ്യവിരുദ്ധ സംസ്ഥാന കമ്മിറ്റി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കേരള കത്തോലിക്ക സഭ മാർച്ച് 8-ാം തീയതി അതൊരു മദ്യലഹരി വിരുദ്ധ ഞായറായിട്ട് ആചരിക്കാൻ പോവുകയാണ്. അതിൽ സീറോ മലബാർ ലത്തീൻ മലങ്കര റീത്തുകളിലെ പള്ളികളിൽ സഭയുടെ സർക്കുലർ വായിക്കുകയും വിവിധ പരിപാടികളുടെ ആചരണം നടക്കുകയും ചെയ്യും. അതായത് സീറോ മലബാർ സഭയിൽ മാത്രമല്ല കേരള കത്തോലിക്ക സഭയിലെ വിവിധ സഭകളിൽ ലത്തീൻ സഭ ഉൾപ്പെടെയുള്ള വിവിധ സഭകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർക്കുലർ വായിക്കുകയും അതോടൊപ്പം തന്നെ മാർച്ച് 8-ന് മദ്യലഹരി വിരുദ്ധ ഞായറായിട്ട് ആചരിക്കുകയും ചെയ്യും. എന്തായാലും KCBC മദ്യവിരുദ്ധ സമിതിയും അതിരൂക്ഷമായിട്ട് സർക്കാരിനെതിരെ വിമർശനമായിട്ടും അവരുടെ കൃത്യമായിട്ടുള്ള നിലപാടുകളും ഉയർത്തിക്കാട്ടുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.